നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആദ്യ മത്സരത്തിന് ഒരുങ്ങുകയാണ്. ഗ്രൂപ്പ് ജെയിൽ ആദ്യ മത്സരത്തിൽ അർജന്റീനക്ക് അൾജീരിയയാണ് എതിരാളികൾ. ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് കാണാനാകും. ഇരു ടീമുകളും നിലവിൽ മിന്നുന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും ഈ ഒരു പോരാട്ടം. കാരണം കഴിഞ്ഞ മത്സരങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, വമ്പന്മാരെ എല്ലാം തറ പറ്റിച്ച പല ടീമുകളെയും നമുക്ക് കാണാം. പല കുഞ്ഞൻ ടീമുകളും വമ്പന്മാരെ തകർക്കുകയും സമനിലയിൽ കുരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മത്സരവും പ്രവചനാതീതമാണ്. നിലവിൽ അർജന്റീനയുടെ ഗ്രൂപ്പിൽ അൾജീരിയ, അർജന്റീന, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളാണുള്ളത്. ഗ്രൂപ്പ് എച്ചിലെ മത്സരഫലം അർജന്റീനയ്ക്ക് ഏറെ നിർണായകമാകും. ഗ്രൂപ്പ് എച്ചിൽ സ്പെയിന്, കബ്വർദെ, സൗദി അറേബ്യ, ഉറുഗ്വയ് ടീമുകളാണുള്ളത്. ഇന്നലെ ലോകകപ്പിനെയും ഫുട്ബോൾ ലോകത്തെയും അമ്പരപ്പിച്ചുകൊണ്ട് കുഞ്ഞു രാജ്യമായ കബ്വർദെ വേൾഡ് കപ്പിലെ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റിൽ 1-ാം സ്ഥാനക്കാരായ സ്പെയിനെയാണ് സമനിലയിൽ തളച്ചത്. 90 മിനിറ്റിനുള്ളിലും ഒരു ഗോൾ പോലും വഴങ്ങാതെ കബ്വർദെ തങ്ങളുടെ പ്രതിരോധ കോട്ട സംരക്ഷിച്ചു. സ്പെയിനിൻ്റെ ഈ സമനില അർജന്റീനക്കും സ്പെയിനിനും ഒരുപോലെ തിരിച്ചടിയാകുന്ന ഒന്നുകൂടിയാണ്. കാരണം ഗ്രൂപ്പ് എച്ചിലെ 2-ാം സ്ഥാനക്കാരും ഗ്രൂപ്പ് ജെയിലെ 1-ാം സ്ഥാനക്കാരും തമ്മിലായിരിക്കും പോരാട്ടം നടക്കുക. നിലവിൽ ആദ്യ മത്സരത്തിൽ വളരെ കുഞ്ഞന്മാരായ കബ്വർദെയോട് സമനില വഴങ്ങിയ സ്പെയിൻ ഗ്രൂപ്പ് എച്ചിൽ 2-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്താൽ, അർജന്റീന ഗ്രൂപ്പ് ജെയിൽ നിന്ന് 1-ാം സ്ഥാനക്കാരായും ഫിനിഷ് ചെയ്താൽ റൗണ്ട് ഓഫ് 32-ൽ തന്നെ അർജന്റീന സ്പെയിൻ പോരാട്ടം വരും. നിലവിൽ വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന 2 ടീമുകൾ തന്നെ ആദ്യ റൗണ്ടിൽ തന്നെ കളിക്കുക എന്നുള്ളത് ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരിച്ചടിയായ കാര്യമാണ്. കാരണം രണ്ടിലൊരു ടീം റൗണ്ട് ഓഫ് 32-ൽ പുറത്താവുമെന്നത് തന്നെയാണ്. കാരണം നിലവിൽ ഇരു ടീമുകളും 1-ാം സ്ഥാനക്കാരായോ അല്ലെങ്കിൽ ഇരു ടീമുകളും 2-ാം സ്ഥാനക്കാരായോ ആണ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ ഈ 2 ടീമുകളും സ്പെയിനും അർജന്റീനയും തമ്മിൽ റൗണ്ട് ഓഫ് 32-ൽ മത്സരം വരില്ല. വേൾഡ് കപ്പാണ്, ഫുട്ബോളാണ്, പ്രവചനങ്ങൾക്ക് വലിയ സ്ഥാനമില്ല. എന്തും സംഭവിക്കാം. നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.